നിങ്ങളൊരു കോച്ചോ ട്രെയിനറോ എഡ്യൂക്കേറ്ററോ കൺസൾട്ടന്റോ ആണോ? ഈ മേഖലയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ സ്കില്ലിനെ വരുമാനമാക്കി മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. പല കോച്ചസും എൻ്റെ അടുത്ത് വരാറുണ്ട്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ ആളുകളിലേക്ക് റീച്ച് ആകണം എന്നതിനൊന്നും ഒരു ക്ലാരിറ്റിയുമില്ലാതെ. നിങ്ങളുടെ സ്കില്ലിനെ വരുമാനമാക്കി മാറ്റാനുള്ള 4 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് മീ ഫാറൂഖ് രണ്ടത്താണി, ബിസിനസ് കോച്ച്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു കോച്ചോ ട്രെയിനറോ എഡ്യൂക്കേറ്ററോ കൺസൾട്ടന്റോ ആകാം. ഈ ഒരു ബിസിനസ് മോഡലിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നിങ്ങളാണ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാകുന്ന പ്രോഡക്റ്റിനെ ആളുകൾക്ക് മുമ്പിൽ മികച്ച രീതിയിൽ ഷോക്കേസ് ചെയ്താൽ മാത്രമേ നിങ്ങളാകുന്ന പ്രോഡക്റ്റിനെ ആളുകൾ മേടിക്കുകയുള്ളൂ. ഈ ഒരു ബിസിനസ് മോഡലിന്റെ പ്രത്യേകത, കസ്റ്റമർ ആദ്യം മേടിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ ആളുകൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിനർത്ഥം നിങ്ങൾ നല്ല ഭംഗിയുണ്ട്, നല്ല മോഡേൺ ആണ് എന്നൊന്നും തെളിയിക്കലല്ല. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്, സ്കില്ലുണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും, നിങ്ങളോട് എല്ലാം തുറന്നു പറയാൻ പറ്റും, നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നതൊക്കെയാണ് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നിന്ന് കസ്റ്റമറിന് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയകളെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഈ മീഡിയകളെ മാത്രം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് സാധ്യമാക്കിയെടുക്കാം. നിങ്ങളുടെ ഫോണിലെ ഡിജിറ്റൽ വെൽബീയിങ് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത്. ആവശ്യമില്ലാത്ത റീൽസും വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് സമയം ചെലവഴിക്കുന്നതിന് പകരം സ്വന്തത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയും. 2 പോയിന്റുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, യു ആർ ദി പ്രോഡക്റ്റ്. സെക്കൻഡ് വൺ, മാർക്കറ്റ് യുവർ സെൽഫ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് റീച്ചായി തുടങ്ങുമ്പോഴാണ് ആളുകൾ നിങ്ങളിലേക്ക് എത്തുക. അപ്പോഴാണ് നിങ്ങൾ ഓഫർ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഓഫർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് വരുന്ന ഓരോ ലീഡ്സിനെയും നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യണം. എന്നിട്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. പലരും വരാറുള്ളത് ആദ്യം തന്നെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ഇതൊന്ന് മാർക്കറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല കസ്റ്റമേഴ്സിന് വേണ്ടത്, അവർ അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ 3ാമത്തെ പോയിന്റ്, ഐഡന്റിഫൈ പ്രോബ്ലംസ്, നീഡ്സ് ഓഫ് യുവർ കസ്റ്റമേഴ്സ്. 4ാമത്തെ പോയിന്റ്, സെറ്റ് ആൻ ഓഫർ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം വെച്ച് 3ഓ 4ഓ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്ത് ഇത് വേണോ എന്ന് ചോദിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ബിസിനസിന്റെ ബേസിക് റൂള് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആകണമെങ്കിൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് ആളുകൾ വാങ്ങണമെങ്കിൽ മാർക്കറ്റിൽ അതിന് ആവശ്യക്കാർ വേണം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്തു പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആദ്യം തന്നെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കസ്റ്റമറിനെ തിരയുന്നതാണോ, അതോ കസ്റ്റമറിനെ ഉണ്ടാക്കിയതിനു ശേഷം അവർക്കനുസരിച്ച പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണോ ഏറ്റവും ബെറ്റർ എന്ന്? ഏറ്റവും ബെറ്റർ ആയത് 2ാമത് പറഞ്ഞതാണ്. ഈ 4 പോയിന്റുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഫസ്റ്റ് വൺ, യു ആർ ദി പ്രോഡക്റ്റ്. സെക്കൻഡ് വൺ, മാർക്കറ്റ് യുവർ സെൽഫ്. തേർഡ് വൺ, ഐഡന്റിഫൈ പ്രോബ്ലംസ് ഓർ നീഡ്സ്. ഫോർത്ത് വൺ, സെറ്റ് ആൻ ഓഫർ. നിങ്ങളൊരു കോച്ച്, ട്രെയിനർ, എഡ്യൂക്കേറ്റർ, കൺസൾട്ടന്റ് ഈ മേഖലയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി കൃത്യമായ ഗൈഡൻസിൽ ഈ മേഖലയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.